ഈ മൂടൽ മഞ്ഞിന്റെ കാര്യത്തിൽ ഉത്തരേന്ത്യയിൽ ഒരു കുറവുമില്ല എന്നുള്ള വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രത്യേകിച്ച് ഡൽഹിയിൽ വായു മലിനീകരണ തോതുമുണ്ട്. ഈ വായു മലിനീകരണ തോത് 500-നടുത്ത് തന്നെ തുടരുന്നുണ്ട്. പൊതുയോഗങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒക്കെ ഉൾപ്പെടെ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഡിഗോയും എയർ ഇന്ത്യയും ഒക്കെ വിമാന സർവീസുകളും റദ്ദാക്കി. ശരത് ലാൽ വിവരങ്ങളുമായിട്ട് നമുക്കൊപ്പം ഡൽഹിയിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട്. ശരത്ത്, ഗുഡ് മോർണിംഗ്. നല്ല മൂടൽമഞ്ഞാണ്, അതിനൊപ്പം തന്നെ ഈ വായു മലിനീകരണവും ഉണ്ട്. ശരത്ത് നിൽക്കുന്ന ആ ഫ്രെയിം തന്നെ വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റില്ല, അത്രയും കോടയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ എന്താണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം? എന്താണ് ശരത്ത്? ഈ കർശന നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ തോത് കുറയ്ക്കുക അത് എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യവുമല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സൈലക്ഷ്മി. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യ ഗേറ്റിലാണ്. ഇവിടെ റിപ്പബ്ലിക് ദിനത്തെ മൂടൽ മഞ്ഞിൽ റിപ്പബ്ലിക് ദിനത്തിൻ്റെ റിഹേഴ്സൽ നടക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയും, നമ്മളെ പ്രേക്ഷകർക്ക് ഇതൊരു അപൂർവ കാഴ്ചയായിരിക്കും. ഈ ഫോഗിലെ കൂടെ തന്നെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ ഒരു പരേഡ് വേണ്ടിയുള്ള റിഹേഴ്സലാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം നമുക്ക് അറിയാൻ പറ്റുന്ന ഏറ്റവും കടുത്ത മൂടൽ മഞ്ഞാണ് ഡൽഹിയിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ. ഇപ്പോൾ നിൽക്കുന്ന 7:20 ആയിട്ടുണ്ട്. 7:20 സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ 500 മീറ്റർ വരെ വിസിബിലിറ്റി താണിരിക്കുന്നു എന്നുള്ളതാണ്. അത്രയധികം മൂടൽ മഞ്ഞാണ്. ഇതുകൊണ്ട് തന്നെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ 165ഓളം ട്രെയിനുകളാണ് ഇപ്പോൾ വൈകി ഓടുന്നത്. കേരളത്തിൽ നിന്നുള്ള ട്രെയിനുകളടക്കം 5 മണിക്കൂറിൽ 5 മുതൽ 8 മണിക്കൂർ വരെയാണ്. അതുപോലെ തന്നെ നിരവധി ട്രെയിനുകൾ ഇപ്പോൾ റദ്ദാക്കിക്കൊണ്ടിരിക്കുന്നത്. വിമാന സർവീസ് അമൃത്സർ, ലക്നോ, പാറ്റ്ന ഈ 3 സ്ഥലങ്ങളിലും വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. കാരണം അത് വിസിബിലിറ്റി 50 മീറ്ററിന് താഴെയാണ് വിസിബിലിറ്റി. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എയർ പൊല്യൂഷൻ 500-ന് അടുത്ത് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. അത്രയധികം പൊല്യൂഷനുമുണ്ട്. ആകെ കൂടി ഡൽഹിയിലെ ജനജീവിതം ഒരു സ്തംഭന അവസ്ഥയിലാണ്. രാവിലെ 11 മണി വരെ ഡൽഹിയിൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് കാഴ്ച പരിമിതി, നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ബാരിക്കേഡുകളൊക്കെ റോഡിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെഡ് ലൈറ്റ്, യെല്ലോ ലൈറ്റുകളുടെ അറിയാലോ, മൂടൽ മഞ്ഞ് വേണമെങ്കിൽ യെല്ലോ ലൈറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഏതായാലും കടുത്ത മൂടൽ മഞ്ഞും അതേപോലെ നിരവധി പ്രശ്നങ്ങളുമാണ് ഇപ്പോൾ ഡൽഹിയിലുള്ള. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ വാഹന ഗതാഗതം പകുതിയോളം വാഹന ഗതാഗതങ്ങൾ ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട്. കാരണം പെട്രോൾ പമ്പുകളിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു വാഹനത്തിന് പോലും ഇന്ധനം നൽകുന്നില്ല. ഇത്തരം നടപടികളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും പൊല്യൂഷനിൽ യാതൊരുവിധ കുറവുമില്ല. സേലക്ഷ്മി, ശരി, ഓക്കെ. ശരത് ലാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കനത്ത വായു മലിനീകരണമുണ്ട്, മൂടൽ മഞ്ഞുണ്ട്, അതിനൊക്കെ ഒപ്പം തന്നെ നമുക്ക് റിപ്പബ്ലിക് ദിന പരേഡിൽ അവരുടെ ഈ റിഹേഴ്സൽ ഒന്ന് കാണാൻ പറ്റിയല്ലേ?